ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ കൂട്ടുകെട്ടുകളിൽ ഒന്നിന് വിരാമമാവുകയാണ്. ക്രിക്കറ്റ് ലോകത്തെയും പ്രത്യേകിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ട് 18 വർഷമായി ടീമിന്റെ മുഖ്യ പരിശീലകനായിരുന്ന സ്റ്റീഫൻ ഫ്ലെമിംഗും ചെന്നൈ സൂപ്പർ കിങ് പരസ്പര ധാരണയോടെ വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. CSKയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് ഈ നിർണായക പ്രഖ്യാപനം പുറത്തു വന്നത്. നിങ്ങൾ സൃഷ്ടിച്ച പാരമ്പര്യം എന്നും ഞങ്ങളെ പ്രചോദിപ്പിക്കും, അഗാധമായ ബഹുമാനത്തോടെയും നന്ദിയോടെയും സ്റ്റീഫൻ എന്നായിരുന്നു ഫ്ലെമിംഗിന്റെ വികാരഭരിതമായ വിടവാങ്ങൽ സന്ദേശം. 2009 മുഖ്യ പരിശീലകന്റെ ചുമതലയേറ്റ അദ്ദേഹം MS ധോണിക്കൊപ്പം ചേർന്ന് CSKയുടെ IPL ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ഫ്രാഞ്ചൈസികളിൽ ഒന്നാക്കി മാറ്റി. 5 IPL കിരീടങ്ങൾ, 2 ചാമ്പ്യൻ ലീഗ് T20 കിരീടങ്ങൾ, 10 ഫൈനൽ പ്രവേശനങ്ങൾ, 12 പ്ലേ ഓഫ് യോഗ്യതകൾ എന്നിവ ഫ്ലെമിംഗ്സിന്റെ പരിശീലന മികവിന്റെ തെളിവുകളാണ്. എന്നാൽ 2023 കിരീടം നേടിയതിനു ശേഷം ചെന്നൈയുടെ പ്രകടനം പഴയ നിലവാരത്തിലായിരുന്നില്ല. 2024, 25, 26 സീസണുകളിൽ തുടർച്ചയായി പ്ലേ ഓഫിൽ എത്താൻ കഴിയാതിരുന്നത് ആരാധകരുടെ കടുത്ത വിമർശനത്തിനിടയാക്കി. ടീമിന് പുതിയ ചിന്തയും പുതിയ പരിശീലന രീതികളും ആവശ്യമാണെന്നും ദീർഘകാലമായി ഒരേ രീതിയിലുള്ള സമീപനം മാറ്റേണ്ട സമയമായെന്നുമുള്ള അഭിപ്രായങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് ശക്തമായി ഉയർന്നു വന്നു. ഫ്ലെമിംഗ്സിന്റെ കാലഘട്ടം അവസാനിപ്പിക്കണമെന്ന ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഒടുവിൽ മാനേജ്മെന്റും ഫ്ലെമിംഗ്സും പരസ്പര ധാരണയോടെ പുതിയ വഴിയിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ ധോണിയും ഫ്ലെമിംഗ്സും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അതാണോ ഈ പെട്ടെന്നുള്ള വിരമിക്കലിന് പിന്നിൽ എന്നും സംശയിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ഒരേ ഒരു ചോദ്യത്തിലാണ്: ഇനി ആരാകും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ മുഖ്യ പരിശീലകൻ? സോഷ്യൽ മീഡിയയിലും ക്രിക്കറ്റ് ആരാധകർക്കിടയിലും ഏറ്റവും കൂടുതൽ ഉയരുന്ന പേര് MS ധോണിയുടേതാണ്. കളിക്കാരനായും നായകനായും CSKയെ വിജയത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ച ധോണി പരിശീലന സ്ഥാനത്തേക്ക് എത്തിയാൽ ടീമിന് പുതിയ ഊർജവും ആത്മവിശ്വാസവും ലഭിക്കുമെന്ന് ആരാധകരുടെ വിശ്വാസം. സമ്മർദ്ദ ഘട്ടങ്ങളിൽ ശാന്തമായി തീരുമാനമെടുക്കാനും യുവതാരങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാനും അദ്ദേഹത്തിന് കഴിയും. റെക്കോർഡുകൾ പലതും തിരുത്തി കുറിക്കാറുണ്ട്. എന്നാൽ ക്രിക്കറ്റിൽ ചരിത്രം തന്നെ തിരുത്തി എഴുതിയ ഒരു പേരേയുള്ളൂ: മഹേന്ദ്ര സിംഗ് ധോണി. ക്രിക്കറ്റ് ലോകത്ത് ICICയുടെ 3 പ്രധാന കിരീടങ്ങളും 2007 T20 ലോകകപ്പ്, 28 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് 2011 ഏകദിന ലോകകപ്പ്, 2013 ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യയുടെ സിംഹാസനത്തിൽ എത്തിച്ച ചരിത്രത്തിലെ ഒരേയൊരു ക്യാപ്റ്റനാണ് ഈ തന്ത്രങ്ങളുടെ തമ്പുരാൻ. 2009 ഇന്ത്യയെ ആദ്യമായി ടെസ്റ്റിൻ ലോക റാങ്കിൽ ഒന്നാമതെത്തിച്ചതും 332 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ രാജ്യത്തെ നയിച്ച് നെഞ്ചുവിരിച്ചു നിന്നതും ഇതേ ക്യാപ്റ്റൻ കൂൾ തന്നെയാണ്. ബാറ്റിംഗിലും വിക്കറ്റ് കീപ്പിംഗിലും അദ്ദേഹം സൃഷ്ടിച്ച സാമ്രാജ്യം തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഏകദിനത്തിൽ വിക്കറ്റ് കീപ്പർമാരുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറായ 183 റൺസും 50-ലധികം ആവറേജോടെ 10,000 റൺസും വാരിക്കൂട്ടിയ ധോണി വിക്കറ്റിന് പിന്നിൽ 195 മിന്നൽ സ്റ്റംപിങ്ങുകളുമായി ലോക റെക്കോർഡിന്റെ അധിപനായി ഇന്നും വാഴുന്നു. IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 5 തവണ കിരീടത്തിലേക്കും 2 തവണ ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയിലേക്കും നയിച്ച് ഏറ്റവും കൂടുതൽ ഫൈനലുകൾ കളിച്ച മഞ്ഞപ്പടയുടെ സ്വന്തം തലയാണ് ഇദ്ദേഹം. ഖേൽ രത്ന, പത്മശ്രീ, പത്മഭൂഷൺ പുരസ്കാരങ്ങളും ഇന്ത്യൻ ആർമിയുടെ ലഫ്റ്റനന്റ് കേണൽ പദവിയും നൽകി രാജ്യം ആദരിച്ച ഈ ഇതിഹാസം കളം വിട്ടെങ്കിലും അന്നും ഇന്നും എന്നും ക്രിക്കറ്റ് ലോകത്തെ ഒരേയൊരു രാജാവ് അത് ധോണി മാത്രമാണ്. അതേസമയം മലയാളി താരം സഞ്ജു സാംസൺ അടുത്ത സീസണിൽ ചെന്നൈയുടെ നായകനാകുമെന്ന ചർച്ചകളും ശക്തമാണ്. ഇന്ത്യ മുത്തമിട്ട 2024, 26 T20 ലോകകപ്പുകളിലും 2025 ഏഷ്യ കപ്പിലും സഞ്ജു എന്ന പേര് സുവർണാക്ഷരങ്ങളിൽ എഴുതി ചേർത്തതാണ്. പ്രത്യേകിച്ച് 2026 ലോകകപ്പിന്റെ ക്വാർട്ടറിലും ഫൈനലിലും വില്ലന്മാരെ പോലെ വന്ന എതിരാളികളെ തല്ലി തകർത്ത് ലോകകപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് കിരീടവും ചൂടിയാണ് സഞ്ജു കളം വിട്ടത്. ഒരു കലണ്ടർ വർഷത്തിലെ 3 അന്താരാഷ്ട്ര T20 സെഞ്ചുറികൾ അടിച്ചുകൂട്ടി ലോകത്തെ ഞെട്ടിച്ച ആദ്യ താരം. ബംഗ്ലാദേശിന്റെ ബൗളർമാരെ വെറും 40 പന്തിൽ നിലംപരിശാക്കി സെഞ്ചുറി തികച്ച സിംഹം. IPL-ൽ 2013 എമർജിംഗ് പ്ലെയറായി വന്ന് പിന്നീട് രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി അവരെ ഫൈനൽ വരെ നയിച്ച് 5000-ൽ പരം റൺസ് വാരിക്കൂട്ടിയ ക്ലാസ് പ്ലെയർ. ഒടുവിൽ 2026-ൽ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് അദ്ദേഹം മാറിയപ്പോൾ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം നടുങ്ങി. ആഭ്യന്തര ക്രിക്കറ്റ് ഗോവയ്ക്കെതിരെ പുറത്താകാതെ അടിച്ചുകൂട്ടിയ 212 റൺസ് ഇന്നും ഒരു വിക്കറ്റ് കീപ്പറുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോറായി തലയുയർത്തി നിൽക്കുന്നു. ഫ്ലെമിംഗ്സിന്റെ വിടവാങ്ങലുകൾക്ക് പിന്നാലെ
ധോണി പരിശീലകനായും സഞ്ജു സാംസൺ നായകനായും ഒരുമിച്ചാൽ അനുഭവ സമ്പത്തിന്റെയും യുവത്വത്തിന്റെയും മികച്ച കൂട്ടുകെട്ട് CSKക്ക് ലഭിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ധോണിയുടെ തന്ത്രപ്രധാനമായ ചിന്തയും സഞ്ജുവിന്റെ ആധുനിക നേതൃത്വ ശൈലിയും ചേർന്നാൽ ചെന്നൈയിൽ വീണ്ടും IPL കിരീടവേട്ടയിൽ ശക്തമായ സാന്നിധ്യമായി മാറുമെന്ന് സോഷ്യൽ മീഡിയയിലെ വിലയിരുത്തൽ. ധോണിയുടെ പിൻഗാമിയായി സഞ്ജു സാംസണെ കാണുന്ന ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും കുറവല്ല. ഒരു കാര്യം മാത്രം ഉറപ്പാണ്, സ്റ്റീഫൻ ഫ്ലെമിംഗിന്റെ പടിയിറക്കത്തോടെ IPLലെ ഒരു സുവർണ അധ്യായം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ധോണി പുതിയ ദൗത്യം ഏറ്റെടുക്കുമോ? സഞ്ജു സാംസൺ മഞ്ഞ ജേഴ്സിയിൽ പുതിയ യുഗത്തിന് തുടക്കമിടുമോ? അതോ CSK മറ്റൊരു അപ്രതീക്ഷിത നീക്കം നടത്തുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.